വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കൂട്ടമായി വധിച്ച് ഇസ്രയേൽ. വടക്കൻ ഗാസയിലെ അവസാന ആശുപത്രിയും ഇസ്രയേൽ സൈന്യം തകർത്തു. ഗാസയിൽ വ്യാജ വാർത്തക്കാരായ മാധ്യമങ്ങളെ വേട്ടയാടിയെന്ന് ഇസ്രയേൽ സൈന്യം. ഭീകരപ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും ഒന്നിച്ച് അനുവദിക്കുകയില്ല എന്ന് ഇസ്രയേൽ. ബ്രേക്കിംഗിലേക്ക്. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകർ കൂട്ടമായി വധിക്കപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ 448ാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഇവർ മാധ്യമ പ്രവർത്തകരല്ല എന്നും മാധ്യമ പ്രവർത്തകരുടെ വേഷം കെട്ടിയ ഹമാസിന്റെ അനുകൂലികളാണ് എന്നും ഹമാസുകാരാണ് എന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളാണെന്നും തെളിവുകൾ നിരത്തി ഇസ്രായേൽ സൈന്യവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഹമാസിനും ഇസ്ലാമിക ഭീകരവാദത്തിനും അനുകൂലമായി എഴുതുകയും അനുകൂലമായിട്ട് ഹമാസിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നത് ഇതാദ്യമായിട്ടല്ല. ഹമാസിനെ അനുകൂലിക്കുകയും ഇസ്രായേലിനെ എതിർക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ മുമ്പും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ലബനോനിലും ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജൂത സൈന്യവും മൊസാദും ഇത്തരക്കാർക്ക് പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. യുദ്ധഭൂമിയിൽ നിന്ന് വ്യാജ വാർത്തകൾ ഉണ്ടാക്കുക, അത് ലോകമാകമാനം ഇസ്ലാമിക തീവ്ര സംഘടനകൾക്കും തീവ്ര നിലപാടുകാർക്കും പ്രചരണ ആയുധമായിട്ട് ഇത്തരക്കാർ വിതരണം ചെയ്യുക. ലോകമെങ്ങുമുള്ള ഇസ്രായേൽ വിരുദ്ധർക്ക് വേണ്ടിയിട്ട് ഗാസയിൽ നിന്നും പലസ്തീനിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ലബനോനിൽ നിന്നും സിറിയയിൽ നിന്നും വ്യാജ വാർത്തകൾ ചമച്ച്, അത്തരത്തിൽ നമുക്കറിയാം കേരളത്തിൽ തന്നെ നിരവധി വ്യാജ വാർത്തകൾ ഇസ്രായേലിനെതിരെ ഇറങ്ങുന്നുണ്ട്, ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ബോംബിട്ട് അത് നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ജാഗ്രതയെ ഇത്തരക്കാർക്കെതിരെ ജൂത സൈന്യവും മൊസാദും പിന്നാലെയുണ്ട്. നമുക്കറിയാം ഇസ്രായേൽ മുമ്പും ഇത്തരത്തിൽ അൽ ജസീറയുടെ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ ഗാസയിൽ വധിച്ചിട്ടുണ്ട്. നിരവധി മാധ്യമ പ്രവർത്തകർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏകദേശം 150ഓളം മാധ്യമ പ്രവർത്തകരെ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലടക്കം കേരളത്തിൽ ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങളും ഇസ്ലാമിക് മീഡിയകളും അവർ ഇസ്രായേലിനെ എതിർക്കുകയും ഹമാസ് തീവ്ര സംഘടനയെ അനുകൂലിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരം മാധ്യമ പ്രവർത്തകരും ഇസ്രായേലിനെതിരായിട്ട് നിരവധി തവണ വാർത്തകൾ എഴുതുകയും വ്യാജ വാർത്തകൾ ജനങ്ങൾക്കിടയിൽ സപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഹമാസിനും പലസ്തീൻ ജിഹാദി സംഘടനയ്ക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരക്കാരെല്ലാം എന്തുകൊണ്ട് ഇന്ത്യയിൽ സുരക്ഷിതരായി ഇപ്പോഴും കഴിയുന്നു എന്ന് അവിടെയാണ് നരേന്ദ്രമോദിയുടെ മഹാത്മ്യവും നരേന്ദ്രമോദിയുടെ സംരക്ഷണവും. ഇത്തരത്തിൽ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇന്ത്യ എന്നുള്ള ഒരു നയം. അത് നരേന്ദ്രമോദിയുടെ നിലപാടാണ്. നരേന്ദ്രമോദിയുടെ നയം തന്നെയാണ് ഇത്തരക്കാർ സുരക്ഷിതരായി ഇപ്പോഴും ഹമാസിൻ്റെയും പലസ്തീൻ ജിഹാദി സംഘടനകളുടെയും ഒക്കെ അനുകൂലികളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇസ്രായേലിൻ്റെ കരങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരക്കാർക്കെതിരെ ഇന്ത്യയിൽ കേരളം പ്രത്യേകിച്ച് ലോകത്തിൽ ഗാസ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗാസയെക്കുറിച്ച് വിലപിക്കുന്ന ഒരു നാടും നഗരവും തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ ഇസ്രായേലിനെതിരെ പ്രതികരിക്കുന്നവർ ഇവിടെ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സെൻട്രൽ ഗാസ മുൻപിൽ നിന്നാണ്. ഇവിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ 5 മാധ്യമ പ്രവർത്തകർ സ്പോട്ടിൽ കൊല്ലപ്പെട്ടതായി, സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെട്ടതായി പലസ്തീൻ TV ചാനൽ അറിയിച്ചിരിക്കുകയാണ്. സെൻട്രൽ നുസാറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഈ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. അയാളുടെ ഭാര്യ പ്രസവിക്കുന്ന ഒരു ആശുപത്രിയാണ് അൽ ഔദ ആശുപത്രി. ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ഇയാളും 5 സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകരും ചേർന്ന് ഒരു വാനിൽ ഈ ആശുപത്രിയുടെ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെയാണ് ഈ വാനിന് നേരെ ഇസ്രായേലി സൈന്യത്തിൻ്റെ മിസൈൽ വന്ന് പതിച്ചത്. അത്രമാത്രം ജാഗ്രതയിലാണ് ഇസ്രായേൽ ഗാസയിൽ. നമുക്കറിയാം എത്ര തന്നെ പ്രതിസന്ധികൾ ഉണ്ടായി എങ്കിലും ഗാസയിൽ ഏകദേശം 400ഓളം ഇസ്രായേലി സൈനികരാണ് ഇതിനകം തന്നെ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഇത്ര പ്രതിസന്ധി ഉണ്ടായിട്ടും
ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഓരോ നീക്കവും. തങ്ങളെ ആക്രമിച്ചവരെ അത് AI സംവിധാനത്തിലൂടെ, അതുപോലെ അവരുടെ മുഖങ്ങൾ തിരിച്ചറിയുന്ന IT സംവിധാനത്തിലൂടെയാണെങ്കിലും ഇസ്രായേൽ തിരിച്ചടിക്കുന്നു. എവിടെയൊക്കെ ഗാസയിൽ അവരുടെ അടയാളങ്ങളുണ്ടോ, അവർ മൂവ് ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ കടന്നു ചെന്ന് ഇസ്രായേലിൻ്റെ AI സംവിധാനം അവരെ വേട്ടയാടുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ യുദ്ധത്തിൽ എത്രമാത്രം ഇസ്രായേൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്നത്തെ ആക്രമണം. ഇസ്രായേലിനെതിരെ വാർത്തകൾ കൊടുക്കുകയും ഇസ്രായേലിനെതിരെ നിരന്തരം നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഇത്തരം മാധ്യമപ്രവർത്തകർ ഗാസയിലെ ഈ ആശുപത്രി, സെൻട്രൽ നുസ്രാത്ത് അഭയാർത്ഥി ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള ആശുപത്രിക്ക് പുറത്ത് അവർ ക്യാമ്പ് ചെയ്യുന്ന ഒരു വിവരം കിട്ടിയതിനെ തുടർന്നാണ് അവർ ക്യാമ്പ് ചെയ്ത ഈ വാനിന് നേരെ ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത്. അവർ 5 പേരും ഈ വാനിനുള്ളിൽ തന്നെ മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരായിട്ട് നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകൾ ഉൾപ്പെടെ ഈ വാനിൽ ഉണ്ടായിരുന്നു. മറ്റ് എടുത്തു പറയേണ്ടത് ഗാസയിലെ തന്നെ മറ്റൊരു സംഭവവികാസമാണ്. ഗാസയുടെ വടക്കേ അറ്റത്ത് കമൽ അദ്വാൻ ആശുപത്രി ഇപ്പോൾ ഇസ്രായേൽ തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ആശുപത്രിയിലെ ഏകദേശം 6 ജീവനക്കാരുൾപ്പെടെ 50 പേരെ കൊലപ്പെടുത്തിയെന്ന് ഇപ്പോൾ വാർത്തകൾ വരുന്നു. ഒരു ശിശുരോഗ വിദഗ്ധൻ ഉൾപ്പെടെ, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ ഉള്ളവർ അക്കൂട്ടത്തിലുണ്ട്. വടക്കൻ ഗാസയിലെ അവസാനത്തെ ആശുപത്രിയാണ് ഇസ്രായേൽ ഇത്തരത്തിൽ തകർത്തിരിക്കുന്നത്. ഇനി വടക്കൻ ഗാസയിൽ ആശുപത്രികളൊന്നും അവിടെ ഇല്ല. ജനങ്ങൾ വളരെ ദുരിതവും നരകത്തിലുമാണ്. മാത്രമല്ല, ഡിസംബർ 25 ഗാസയിലെ ബെയ്ത് ലഹിയിലെ കമാൻ അദ്വാൻ ആശുപത്രിയുടെ ചുറ്റുമുള്ള കെട്ടിടങ്ങളും ആശുപത്രി കെട്ടിടങ്ങളും ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. ഇവിടെ പലസ്തീൻ നിവാസികൾ ഒത്തുകൂടിയതിൻ്റെ ബേസിലായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം ഉണ്ടായത്. പലസ്തീൻ നിവാസികൾക്കും പലസ്തീനിലെ പൗരന്മാർക്കും ഒരു സ്ഥലത്തും ഒത്തുകൂടുവാനോ ആഘോഷം നടത്തുവാനോ, എന്തിനധികം ഒരു വീട്ടിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുവാനോ പോലും അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് അതിനുള്ള അവകാശമില്ല. ഇത്തരത്തിൽ എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ചെന്ന് വീഴും. ഇസ്രായേലിൻ്റെ ബോംബുകൾ വർഷിക്കും. ഇത്തരത്തിലുള്ള വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ ഗാസയിലെ പലസ്തീൻ നിവാസികൾക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഹമാസാണ്. എന്നിരുന്നാൽ കൂടി ഇനിയും ഗാസയിലെ നിവാസികൾ ഹമാസിനെ തള്ളിപ്പറയുവാനോ ഹമാസിനെതിരെ പ്രതികരിക്കുവാനോ പ്രതിഷേധിക്കുവാനോ തയ്യാറായിട്ടില്ല. ഗാസയിൽ നിന്ന് വിമോചിതരായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബന്ദികൾ ഇതിനകം പറയുന്നത് ഗാസയിൽ സാധാരണക്കാരായ ജനങ്ങൾ ഇല്ല എന്നാണ്. ഗാസ മുഴുവൻ പലസ്തീൻ ഹമാസികളാണ്. ഹമാസുമായി ബന്ധപ്പെട്ട് അവരെ അനുകൂലിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അവിടെ നിരപരാധികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. ഗാസ മുഴുവൻ ഹമാസുകാർ ആണ് എന്നാണ് മോചിപ്പിക്കപ്പെട്ട ബന്ദികളുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇത്രമാത്രം നരകം തിന്നിട്ടും തീ തിന്നിട്ടും ഒരു രക്ഷയുമില്ല. മരണത്തെ മുഖാമുഖം കണ്ടിട്ടും അവരെല്ലാം ഇനിയും അവരുടെ മതപരമായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. മതം തന്നെയാണ് വിഷയം. ഈ രണ്ട് ഭാഗത്തെയും നമ്മൾ ഇക്കാര്യത്തിൽ ഒരേപോലെ കണക്കിലെടുക്കുമ്പോൾ യഹൂദരുടെ ഭാഗത്തും പലസ്തീൻ്റെ ഭാഗത്തും മതങ്ങൾ തന്നെയാണ് പ്രശ്നം. മതപരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യവും അല്ലെങ്കിൽ കാരണവും എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇസ്രായേൽ അവരുടെ മതപരമായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്ന് ജൂതരാജ്യത്തിന് അവർ ഉൾപ്പെട്ട അവരുടെ രാജ്യത്ത് സമാധാനമായിട്ട് അവർക്ക് വസിക്കണം എന്ന് പറയുമ്പോൾ ഗാസ ഉൾപ്പെടെയുള്ള പലസ്തീൻ മേഖല ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇസ്രായേലിനെ ഒരു ഇസ്ലാമിക രാജ്യം ആക്കണം എന്നുള്ള നിലപാടാണ്. ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഈ യുദ്ധത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാരണം. ഇത്രയും നാൾ ഉള്ള യുദ്ധത്തിൽ, അതായത് യുദ്ധത്തിൻ്റെ 448ാമത്തെ ദിവസമാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന ഇന്ന് വരെ പലസ്തീനിൽ അല്ലെങ്കിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് 45,436 പേരാണ്. 1,15,000 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ അംഗവൈകല്യം വന്നവർ ഏകദേശം 75,000 പേരുണ്ട്. 1,136 പേരാണ് 2023 ഒക്ടോബർ 7 ഗാസയിൽ നിന്നുള്ള തീവ്രവാദികൾ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി കൊലപ്പെടുത്തിയത്. 200-ലധികം ഇസ്രായേലി ബന്ദികളെ
ബന്ദികളാക്കി. മാത്രമല്ല ഇവരിൽ 101 പേർ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമാണ്. ഈ 101 പേർക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ഇത്രമാത്രം പലസ്തീനും ഗാസയും സിറിയയും ലബനോനും ഇപ്പോൾ അവസാനമായിട്ട് യമനും തീ തിന്നുന്നത്. ഇറാൻ നരകയാതന അനുഭവിക്കുന്ന ഇറാൻ ഇപ്പോഴും ഇരുട്ടിലാണ്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന ഊർജ മേഖലകൾ ഇനിയും ഇറാൻ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇത്തരത്തിൽ 6ഓളം ഇസ്ലാമിക രാജ്യങ്ങൾ തീ തിന്നുമ്പോൾ അതോടൊപ്പം തന്നെ ഈജിപ്തും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങൾ ഭയവിഹുലതയിൽ കഴിയുമ്പോൾ അറബ് രാജ്യങ്ങൾ എല്ലാം ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ കഴിയുമ്പോൾ പോലും ഇസ്രായേലിൻ്റെ ആ ഒരു വലിയ പോരാട്ടത്തിൻ്റെ വീര്യം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. എങ്കിലും ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് കീഴടങ്ങാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല. ഒളിവിലിരുന്ന് ഖത്തറിലെയും മറ്റും സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത് അവർ ഇപ്പോഴും ഇസ്രായേലിനെതിരെ പ്രസ്താവനകൾ ഇറക്കുകയും ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വിടാതിരിക്കുകയും ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.